ലൈവിൽ അനുമോള് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ട് നിന്നായിരുന്നു. അപ്പം ഗ്ലാസിൻ്റെ ഒരു ലിഡ് താഴെ വീണ് പൊട്ടി. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, അയ്യോ അത് പൊട്ടി കേട്ടോ, ഗ്ലാസിൻ്റെ ലിഡായിരുന്നെന്ന് ലക്ഷ്മി വിളിച്ച് പറയുന്നുണ്ട്. അക്ബർ ഇരുന്ന് പറയുന്നുണ്ട്, എന്താണ് അനുമോളെ ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ. അനുമോൾ ബിന്നിയോട് പറയുന്നുണ്ട്, ഞാനിവിടെ വെച്ചിരുന്നേ. അപ്പം ബിന്നി പറയാണ്, ഞാനത് വെച്ചിരുന്നേല്ലേ, അപ്പം നീ അത് പൊക്കി നോക്കിയിട്ടല്ലേ താഴെ വീണത്, അത് അവിടെ ഇരിക്കുമല്ലേ, അത് പുറത്തിരിക്കുന്നത് നീ ശ്രദ്ധിക്കണ്ടായിരുന്നു എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അക്ബർ ദൂരെ ഇരുന്നിട്ട് പറയാണ്, അടുത്ത് പോലും അല്ലേ ഇരിക്കുന്നത്, എന്നിട്ടും അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, ശ്രദ്ധിക്കേണ്ടേ അനുമോളെ, ഇതൊക്കെ ഗ്ലാസിൻ്റെ അല്ലായിരുന്നോ, അത് കയ്യിൽ നിന്ന് തെറ്റുപറ്റി, എന്നിട്ടും പറയുന്ന അതിൻ്റെ മുകളിൽ ആരോ കൊണ്ടുവച്ചെന്ന് അക്ബർ ഇരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോഴത്തേക്ക് നിവിൻ അവിടെ വരികയാണ്. നിവിൻ വന്നിട്ട് പറയുന്നത്, അനുമോൾ ആയതുകൊണ്ട് പ്രശ്നമില്ല, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയേനെയായിരുന്നു, വേറെ വല്ലവരും ആയിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ നിന്നാ വീണേന്നുണ്ടെങ്കിൽ അനുമോൾ വന്നിട്ട് ചോദിക്കുക, എന്തിട്ടാ നെവിനെ നിനക്ക് കണ്ണ് കണ്ടുകൂടായിരുന്നു എന്ന് ചോദിച്ചേനെ അനുമോള്, നിന്റെ വായിൽ എന്താ അമ്പഴങ്ങയാണോ അനുമോളെന്ന് ചോദിച്ചിട്ട് നെവിന് അനുമോളുടെ നേരെ തട്ടിക്കയറുകയാണ്. കുറച്ച് മുന്നേ അഭിലാഷുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല, ഇപ്പോൾ അനുമോളുടെ നേർക്കായിരിക്കുകയാണ്. ആദിൽ അപ്പോൾ അവിടെ ഇരുന്നിട്ട് വിളിച്ച് പറയാണ്, നെവിനെ ചെരിപ്പിട്ടിട്ട് പോലെ നിന്റെ കാലിൽ കൊള്ളും, ഗ്ലാസ്സാണ്. നെവിൻ വീണ്ടും പറയാണ്, എൻ്റെ കാലെ കുത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ അനുമോൾ മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദി. കാലെ കുത്തി കയറിയ നെവിനെ നീ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി, അവളല്ല, കാരണം നീ ചെരിപ്പിട്ടുകൊണ്ട് നടക്കുന്നത് ലക്ഷ്മി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. ജിഷൻ പറയുന്നുണ്ട്, നീ ചെരിപ്പിടാതെ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കുക, അങ്ങനെ കാലി കുത്തി കയറട്ടെന്ന്. അങ്ങനെ നടക്കാൻ എൻ്റെ പേര് ജിഷൻ എന്നല്ല, എൻ്റെ പേര് നെവിൻ ആൻഡ്രി ഡിസിൽവ എന്നാണെന്ന് നെവിൻ പറയുന്നുണ്ട്. അനുമോൾക്ക് ഇവിടെ എന്തും കാണിക്കാം, എന്തും പൊട്ടിക്കാം. ഇവിടെ ചിലർക്ക് ചില ധാരണയുണ്ട്, ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ച ജയിലിൽ കൊണ്ടിടത്തില്ല എന്നുള്ളത്. ഇല്ല, സമ്മതിക്കത്തില്ല. ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എല്ലാവരുടെയും കൂടെ ഉള്ള പ്രോപ്പർട്ടിയാണെന്നും പറഞ്ഞ് നിവിന് അനുമോളെ നോക്കി ചെലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പ് 2 ബോട്ടിൽ പൊട്ടിച്ച്, അപ്പോൾ ഇതെന്താ ഇത്, ഇവള് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം, അങ്ങനെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ എന്താ കാര്യം. അനുമോള് കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോളോട് പറയാണ്, കറി ഇളക്കാൻ മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനകത്ത് വിട്ട് ഇളക്കാൻ അറിയാമല്ലോ, എന്നാൽ പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനും പഠിക്കണം. ആദില പറയുന്നുണ്ട്, നിനക്കറിയാമെങ്കിൽ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കടാ. അപ്പം നെവിൻ പറയാം, എൻ്റെ പേര് പ്രൊഫസർ നെവിൻ എന്നല്ല. അപ്പോൾ ആദില പറയുന്നുണ്ട്, അവളുടെ പേര് സ്റ്റുഡൻറ്റ് അനുമോളൊന്നും അല്ല. നല്ല രസകരമായ ലൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇളക്കാൻ അറിയാമല്ലോ, ആവശ്യമില്ലാത്തതിനകത്തും കാര്യത്തിനകത്തും പാത്രത്തിലും എല്ലാം താൻ ആവശ്യമില്ലാതെ ഇളക്കാൻ വരാതിരുന്നാൽ മതി, ഞാൻ വിളിക്കാൻ ആവശ്യമുള്ളപ്പോഴെന്ന് അതിലൂടെ പറയുന്നുണ്ട് നെവിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിന്നിയും നെവിനും കൂടി ആ പില്ലോ എടുത്തിട്ട് ഇങ്ങനെ തമാശയ്ക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജിഷൻ പറയുന്നുണ്ട്, ഇത് പ്രോപ്പർട്ടി അല്ലേ, ഇതെടുത്ത് എറിയുമ്പം അത് തെറ്റില്ലയോ. നെവിൻ പറയാണ്, ഞാൻ ഇതുകൊണ്ട് നിങ്ങളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കും, നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ആ പില്ലോയും കൊണ്ട് വന്ന് നെവിൻ ജിഷിനെ ഇടിക്കുകയാണ്.